വിശദമായ വാർത്തകളിലേക്ക്. ഋഷികുമാർ ശുക്ല പുതിയ CBI ഡയറക്ടർ. പ്രധാനമന്ത്രി അധ്യക്ഷനായ സെലക്ഷൻ കമ്മിറ്റിയാണ് ശുക്ലയെ ഡയറക്ടർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. കമ്മിറ്റി അംഗമായ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് മല്ലികാർജുൻ ഖാർഗെ തീരുമാനത്തിൽ വിയോജിച്ചു. അഴിമതി കേസുകൾ അന്വേഷിക്കുന്നതിലെ ശുക്ലയുടെ പരിചയക്കുറവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഖാർഗെയുടെ വിയോജിപ്പ്. 1983 മധ്യപ്രദേശ് കേഡർ ഉദ്യോഗസ്ഥനാണ് ശുക്ല. DGP സ്ഥാനത്ത് നിന്ന് മധ്യപ്രദേശ് സർക്കാർ ശുക്ലയെ മാറ്റിയതിന് പിന്നാലെയാണ് നിയമനം. CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ട പ്രധാനികളെ മറികടന്നാണ് ഡയറക്ടറായുള്ള ഋഷികുമാർ ശുക്ലയുടെ കടന്നുവരവ്. അലോക് വർമ്മയെ പുറത്താക്കിയ ജനുവരി 10 മുതൽ ഒഴിഞ്ഞുകിടക്കുന്ന ഡയറക്ടർ സ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി അധ്യക്ഷനായ സെലക്ഷൻ കമ്മിറ്റി ശുക്ലയെ ശുപാർശ ചെയ്യുകയായിരുന്നു. ശുപാർശയ്ക്ക് പിന്നാലെ കേന്ദ്ര ക്യാബിനറ്റ് നിയമന കമ്മിറ്റി സെക്രട്ടറി ഉത്തരവും പുറത്തിറക്കി. 1983 മധ്യപ്രദേശ് കേഡർ ഉദ്യോഗസ്ഥനായ ശുക്ലയുടെ നിയമനം 2 വർഷത്തേക്കാണ്. ഡയറക്ടർ നിയമനം ഉടൻ വേണമെന്നുള്ള സുപ്രീം കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് തീരുമാനം. മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാരുമായി ഇടഞ്ഞ ശുക്ലയെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. 1983-84 IPS ബാച്ചിലെ 80ഓളം ഉദ്യോഗസ്ഥരെയാണ് ഡയറക്ടർ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. ഇടക്കാല ഡയറക്ടർ നാഗേശ്വര റാവുവിൽ നിന്ന് ശുക്ല ഉടൻ ചുമതലയേൽക്കും. മുൻ CBI ഡയറക്ടർ അലോക് വർമ്മയും ഡെപ്യൂട്ടി ഡയറക്ടർ രാകേഷ് അസ്താനയും തമ്മിലുള്ള പരസ്യമായ ഏറ്റുമുട്ടൽ, അലോക് വർമ്മയെ പുറത്താക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ, ഇടക്കാല ഡയറക്ടർ നാഗേശ്വര റാവു നടത്തിയ സ്ഥലം മാറ്റ ഉത്തരവുകൾ തുടങ്ങിയ കാരണങ്ങളാൽ CBI കഴിഞ്ഞ മാസങ്ങളിലെ വിവാദ വിഷയമായിരുന്നു. ഈ വിവാദങ്ങളിലൂടെ CBIക്ക് നഷ്ടമായ പ്രതിച്ഛായയും വിശ്വാസ്യതയും തിരികെ പിടിക്കുകയാണ് ശുക്ലയുടെ പ്രധാന കടമ്പ. രാഷ്ട്രീയ പ്രാധാന്യമുള്ള അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാട്, 2G സ്പെക്ട്രം, കൽക്കരി അഴിമതി, P ചിദംബരത്തിനെതിരായ എയർസെൽ മാക്സിസ് കേസ്, ICICI ബാങ്ക് മുൻ CEO ചന്ദ കൊച്ചാറിനെതിരായ കേസ് തുടങ്ങിയവയിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ശുക്ലയുടെ വിശ്വാസ്യതയുടെ അളവുകോലാകും. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഭീമ കൊറേഗാവ് സംഘർഷത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത പ്രമുഖ ദളിത് മാർക്സിസ്റ്റ് ചിന്തകൻ ആനന്ദ് തെൽതുംദെയെ വിട്ടയച്ചു. സുപ്രീംകോടതി ഉത്തരവ് മറികടന്നുള്ള അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് വ്യക്തമാക്കി പൂനെ കോടതി തെൽതുംദെയെ വിട്ടയക്കാൻ ഉത്തരവ് ഇടുകയായിരുന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു തെൽതുംദെയെ പൂനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ അറസ്റ്റിനെതിരെ CPIM-ഉം വിവിധ മനുഷ്യാവകാശ സംഘടനകളും രംഗത്തെത്തിയിരുന്നു. ഫെബ്രുവരി 11 വരെ അറസ്റ്റിന് സുപ്രീം കോടതി വിലക്ക് നിലനിൽക്കെ ഇപ്പോഴത്തെ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് കണ്ടെത്തിയാണ് പ്രമുഖ ദളിത് മാർക്സിസ്റ്റ് ചിന്തകൻ ആനന്ദ് തെൽതുംദെയെ ഉടൻ വിട്ടയക്കാൻ കോടതി ഉത്തരവിട്ടത്. ഉത്തരവിന് പിന്നാലെ പൂനെ പോലീസ് തെൽതുംദെയെ വിട്ടയക്കുകയും ചെയ്തു. അറസ്റ്റ് നിയമപരമല്ലെന്നും ഫെബ്രുവരി 11 വരെ അറസ്റ്റ് പാടില്ലെന്നും പൂനെ പ്രത്യേക കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ഭീമ കൊറേഗാവ് സംഘർഷത്തിനിടയാക്കിയ 2017 എൽഗർ പരിഷത്ത് യോഗവുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് ഇന്ന് പുലർച്ചെ മുംബൈ വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു തെൽതുംദെയെ അറസ്റ്റ് ചെയ്തത്. നിരോധിത സംഘടനയായ CPI മാവോയിസ്റ്റുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകളുണ്ടെന്നും അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നും കഴിഞ്ഞ ദിവസം തെൽതുംദെയുടെ ജാമ്യാപേക്ഷ നിരസിച്ച് കോടതി നിരീക്ഷിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. അറസ്റ്റിനെതിരെ CPIM-ഉം വിവിധ മനുഷ്യാവകാശ സംഘടനകളും രംഗത്തെത്തിയിരുന്നു. This sort of an arrest is a very big authoritarian assault on human rights and activists who speak out against the policies of this government. ചില മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച വ്യാജ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മാവോയിസ്റ്റ് ബന്ധമെന്ന ആരോപണം ഉയർത്തുന്നതെന്ന് തെൽതുംദെയുടെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി. തിരിച്ചടി നേരിട്ടെങ്കിലും ഫെബ്രുവരി 11 ശേഷം തെൽതുംദെയെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ തന്നെയാകും പോലീസ് നീക്കം. ന്യൂസ് ഡെസ്ക്. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ CPIM സജ്ജമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സംസ്ഥാനം ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള RSSന്റെ ശ്രമം കേരളത്തിൽ നടന്നില്ലെന്നും ശബരിമല വിഷയത്തിന് ശേഷം മതനിരപേക്ഷകർ ഇടതുപക്ഷത്തോട് അടുത്തുവെന്നും കോടിയേരി വ്യക്തമാക്കി. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള RSSന്റെ അജണ്ട ഈ കേരളത്തിൽ നടന്നിട്ടില്ല. വർഗീയ ധ്രുവീകരണം ഉണ്ടായി എന്നുള്ള താങ്കളുടെ വിലയിരുത്തൽ തന്നെ തെറ്റായൊരു വിലയിരുത്തലാണ്. അത്തരത്തിലൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ RSS ശ്രമിച്ചിരുന്നു. ആ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമം കേരളത്തിലെ ജനങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. മതനിരപേക്ഷ സമൂഹം എന്നുള്ളത് താർക്കാൻ അവർക്കിപ്പോഴും സാധിച്ചിട്ടില്ല. ശബരിമലയ്ക്ക് ശേഷമുള്ള സാഹചര്യം പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന് നേരത്തെ അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കാത്ത പലരും ഇടതുപക്ഷത്തിൻ്റെ ചേരിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റം. ഇടവേള. മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിന് തൊട്ടുമുൻപ് KPCC അധ്യക്ഷൻ പാണക്കാട്ടെത്തി സമവായ ശ്രമം നടത്തി. 3ാം സീറ്റ് വേണമെന്ന നിലപാടിൽ ലീഗ് ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. അതേസമയം വിട്ടുവീഴ്ച ആവശ്യമില്ലെന്ന നിലപാടിലാണ് ലീഗ് നേതാക്കൾ. 3ാം സീറ്റ് എന്ന ലീഗ് ആവശ്യത്തെ തള്ളി K മുരളീധരൻ. സീറ്റ് ചോദിക്കുന്നതിൽ തെറ്റില്ല. ലീഗിന് നേരത്തെയും അധിക സീറ്റ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സാഹചര്യം വേറെയാണ്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയെയാണ് സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുക. അതുകൊണ്ട് കോൺഗ്രസിന് ഒന്നാമത്തെ കക്ഷിയാവേണ്ടതുണ്ടെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയിൽ യുവാക്കൾക്ക് പ്രാധാന്യം നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ്. പകുതി സീറ്റുകൾ യുവാക്കൾക്ക് നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. നിയമസഭയിൽ മത്സരിക്കുന്നവർ ലോക്സഭയിൽ മത്സരിക്കുന്നത് ഒഴിവാക്കണം. കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളെ യൂത്ത് കോൺഗ്രസ് അംഗീകരിക്കില്ല. ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥികളെയും ഒഴിവാക്കണം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ മാനദണ്ഡം പാലിക്കണമെന്നും ഡീൻ കുര്യാക്കോസ് കൊച്ചിയിൽ പറഞ്ഞു. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണവും വികസന പദ്ധതികളും നടപ്പാകില്ലെന്ന് പ്രചരിപ്പിച്ചവർക്ക് വലിയ നിരാശയുണ്ടാക്കുന്ന പുരോഗതിയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് 25 ഇനം പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വികസന പ്രവർത്തനത്തിന് എങ്ങനെയൊക്കെ എതിര് നിന്നാലും ജനോപകാരപ്രദമായ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് ഇവരോട് പറയാനുള്ളത്. പ്രളയാനന്തര പുനർനിർമ്മാണത്തിനെതിരെ വിമർശന സ്വരമുയർത്തുന്നവർക്ക് ശക്തമായ മറുപടിയാണ് മുഖ്യമന്ത്രി ഈ വാക്കുകളിലൂടെ നൽകിയത്. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിലെ ജനങ്ങളുടെ വികസനം ലക്ഷ്യമിട്ട് പുനലൂർ കേന്ദ്രീകരിച്ചു തുടങ്ങിയ റവന്യൂ ഡിവിഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രളയാനന്തര പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി 25 പദ്ധതികളും നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് പാക്കേജ്, കുട്ടനാട് പാക്കേജ്, പുഴകളുടെ പുനരുജ്ജീവനം, തീരദേശ സംരക്ഷണം തുടങ്ങിയവയൊക്കെ പാക്കേജിന്റെ ഭാഗമാകും. സമ്പൂർണ്ണ സാമൂഹിക സുരക്ഷയും സുസ്ഥിര വികസനവും പശ്ചാത്തല സൗകര്യ വികസനവും കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാരായ ഇ ചന്ദ്രശേഖരൻ, ജെ മേഴ്സിക്കുട്ടിയമ്മ, കെ രാജു, MP-മാരായ NK പ്രേമചന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവർ റവന്യൂ ഡിവിഷൻ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേന്ദ്ര ബജറ്റിലെ കർഷകർക്കായുള്ള പദ്ധതികൾ പൊള്ളത്തരമെന്ന് സീതാറാം യെച്ചൂരി. യാത്രക്കാരന്റെ പോക്കറ്റ് അടിക്കുകയും പിന്നീട് അതേ യാത്രക്കാരന്റെ ടിക്കറ്റ് എടുക്കുകയും ചെയ്യുന്ന കള്ളന്റെ തന്ത്രമാണ് കർഷകർക്ക് 6000 രൂപ നൽകുമെന്ന പ്രഖ്യാപനമെന്നും യെച്ചൂരി പറഞ്ഞു. 4.5 सालों में 3.5 लाख करोड़ रुपए जो कर्जा लिए हैं बड़े बड़े पूंजीपति बैंकों से और भाग गए देश छोड़ के, उन लोगों की कर्जा की माफी कर दी 3.5 लाख करोड़ रुपए. एक महानुभाव उसी बस के अंदर जो यात्रा कर रहा था, वो कहता कंडक्टर को, ले भाई उसके पैसे टिकट के मैं ही दूंगा, बस को आप आगे चलाइए. तो कहानी इस बात पे खत्म होती. कौन है ये महानुभाव इस कलयुग में जो किसी और के टिकट खरीदने के लिए अपने जेब से पैसे दे रहा? कौन है ये? वही पॉकेट मार जो पहले 10,000 रुपए मार लिया था, अब जो है आखिरी मिनट में आकर कहता है लो जी 5 रुपए टिकट के लिए. ये है प्रधानमंत्री मोदी जी हमारे, और ये है कि पूरे 5 साल लूटा हम सबको, देश को. अब चुनाव जब नजदीक आ रहे हैं, वो पॉकेट मार के जैसा कहता है कि भाई उसका टिकट मैं खरीद लूंगा. സംസ്ഥാന ബജറ്റ് സ്വാഗതാർഹമെന്ന് സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ. ചെറുകിട വ്യവസായത്തെ നല്ല നിലയിൽ പരിഗണിക്കുന്നതാണ് ബജറ്റ് പ്രഖ്യാപനങ്ങൾ. ഇവ സമയബന്ധിതമായി നടപ്പാക്കാൻ ശ്രമമുണ്ടാകണമെന്ന് കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും ഹാപ്പി ഗ്രൂപ്പ് ഓഫ് കമ്പനി MD-യുമായ M. ഖാലിദ് കോഴിക്കോട് പറഞ്ഞു. ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് കേരള സംസ്ഥാനത്ത് ചെറുകിട വ്യവസായങ്ങൾക്ക് വൻ വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ വിലയിരുത്തുന്നത്. 1550 കോടി മുതൽ മുടക്കുള്ള 16,000 MSME യൂണിറ്റുകൾ തുടങ്ങുമെന്നും അതുകൊണ്ട് തന്നെ 55,000 തൊഴിൽ മേഖല 55,000 തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ മേഖലക്ക് വളർച്ചയുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറുകിട വ്യവസായത്തിന് പ്രത്യേകമായി 163 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അത് പ്രധാനമായും ചെറുകിട വ്യവസായങ്ങളുള്ള പാർക്കുകളുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയാണ് ആ പണം വകയിരുത്തിയിരിക്കുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 6,700 ഏക്കർ സ്ഥലം വ്യവസായ പാർക്കുകൾക്ക് വേണ്ടി എടുക്കുമെന്ന് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഫണ്ട് 15,600 കോടി രൂപ കിഫ്ബിയിൽ നിന്നും നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻഡോസൾഫാൻ സമരക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാമെന്ന് അറിയിച്ചതാണെന്ന് മന്ത്രി KK ശൈലജ ടീച്ചർ. എന്തിനാണ് ഇപ്പോൾ സമരം ചെയ്യുന്നതെന്ന് അറിയില്ലെന്നും കുട്ടികളെ പ്രദർശിപ്പിച്ചുള്ള സമരരീതി ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു. പോലീസിൽ വൻ
ഇന്ത്യൻ വസ്ത്രവിപണിയിലെ മുൻനിര ബ്രാൻഡായ നോർത്ത് റിപ്പബ്ലിക് പുതിയൊരു ബ്രാൻഡ് കൂടി കേരള വിപണിക്ക് പരിചയപ്പെടുത്തുന്നു. ഫ്രെറ്റിനി എന്ന ബ്രാൻഡിൽ കമ്പനിയുടെ പ്രീമിയം പ്രോഡക്റ്റായാണ് പുതിയ ബ്രാൻഡ് വിപണിക്ക് പരിചയപ്പെടുത്തുന്നത്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഇറ്റാലിയൻ ഗിയസിയാൻ ഫാബ്രിക് ഫ്രെറ്റിനിയുടെ ബ്രാൻഡിലും ഉപയോഗിച്ചിരിക്കുന്നത്. നോർത്ത് റിപ്പബ്ലിക്കിന്റെ അംബാസിഡറായ നടൻ ടൊവിനോ തോമസാണ് ഫ്രെറ്റിനിയുടെയും ബ്രാൻഡ് അംബാസിഡർ. കൊച്ചി വെടിവെപ്പ് കേസിൽ കേരള പോലീസ് തെരയുന്ന പിടികിട്ടാപ്പുള്ളി രവി പൂജാരി സെനഗലിൽ പിടിയിലായതായി കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു. ഗിനിയ, ഐവറി കോസ്റ്റ്, സെനഗൽ, ബുർക്കിന ഫാസോ തുടങ്ങി 4 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാറി മാറി ഒളിവിൽ കഴിയുന്നതിനിടെയാണ് രവി പൂജാരി പിടിയിലാകുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.